ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10 പവർഫുൾ ഫങ്ഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, നോ ഹൗ സെബി പ്രൊട്ടക്ട്സ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. എങ്ങനെയാണ് സെബി നമ്മളുടെ ഇൻവെസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതായത് നമ്മുടെ ഓരോ നിക്ഷേപകരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെബി നമ്മളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോ പറയുന്നത്. ഡു യു നോ ഹു ആക്ച്വലി പ്രൊട്ടക്ട്സ് യുവർ മണി ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്? നിങ്ങളുടെ പൈസ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ NSE BSEയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലോ, ഓക്കെ, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളാണെങ്കിലോ, സ്കാൽപ്പ് ചെയ്യുന്ന ആളാണെങ്കിലോ, നിങ്ങളുടെ പൈസ എങ്ങനെയാണ് അല്ലെങ്കിൽ സെബി എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? വൺ മിസ്റ്റേക്ക് ഫ്രം സെബി ക്യാൻ ക്രാഷ് ദ എൻറ്റയർ മാർക്കറ്റ്. അതായത് സെബിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും ഒരു സ്കാം, അതായത് സെബി എന്തെങ്കിലും കൂട്ടുനിന്നു, അല്ലെങ്കിൽ ഒരു സ്കാം നടക്കുന്നത് കണ്ട് സെബി ഇടപെട്ടില്ല എന്നൊക്കെ പല ഇൻവെസ്റ്ററും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വിൽ ക്രാഷ് ലൈക്ക് എനിത്തിങ്. അതായത് ഒരുപാട് FIIs മാർക്കറ്റിനും പൈസ വലിക്കും. അവരുടെയൊക്കെ ഏറ്റവും വലിയ വിശ്വാസമാണ് സെബി എന്ന് പറയുന്നത്. അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അവരുടെ കൺട്രിയിലെ, അതായത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കണ്ടിട്ടാണ് ഒരുപാട് ആളുകളും പൈസ നിക്ഷേപിക്കുന്നത്. ഇല്ല എങ്കിൽ ആരും ഇവിടെ പൈസ നിക്ഷേപിക്കില്ല. കാരണം അവരുടെ പൈസക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. അത് നഷ്ടപ്പെട്ടു പോയാൽ ആര് സമാധാനം പറയുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരിക്കും. ഇഫ് യു ആർ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ്, നോയിങ് സെബി ഫംഗ്ഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ, ബട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓർ എസെൻഷ്യൽ. സെബി ഈസ് ലൈക്ക് ദ റഫറി ഇൻ എ മാച്ച് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് ഒരു കളിക്കളത്തിലെ ഒരു റഫറിയെ പോലെയാണ് സെബി എന്ന് പറയുന്നത്. ഫെയർ പ്ലേ, അതായത് ന്യായമായിട്ടുള്ള കളിയാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത് സെബിയാണ്. ന്യായമായിട്ടുള്ള കളിയല്ല എങ്കിൽ കളം വിട്ട് പുറത്തു പോ എന്ന് പറയാനുള്ള അവകാശവും സെബിക്കാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. വൈ യു മസ്റ്റ് നോ സെബീസ് റോൾ. എന്തുകൊണ്ടാണ് ഇനി നിങ്ങൾ സെബിയുടെ റോൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. സെബി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അതായത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ നട്ടെല്ലാണ് സെബി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് ചോദിച്ചാൽ, ഇക്വിറ്റി ഷെയർസ്, നമ്മൾ ഓരോരുത്തരും നിക്ഷേപിക്കുന്ന ഓരോ കമ്പനിയുടെയും പെർ ഷെയർ അത് ഇക്വിറ്റി ഷെയർസിൽ ഉൾപ്പെടും. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യും. ഇനി പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ ഓർ ബോൺഡ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡെറിവേറ്റീവ്സ്, സെക്യൂരിറ്റി ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മറ്റു പല സെക്യൂരിറ്റി ഇൻസ്ട്രുമെന്റ്സിലും എന്തെങ്കിലും സ്കാമോ മറ്റോ കാര്യങ്ങളോ എന്തും നടക്കുന്നുണ്ടെങ്കിൽ സെബിക്ക് അവിടെ ഇടപെടാം, നിയമം നിർമ്മിക്കാം. ഇനി നിയമം തെറ്റിച്ചവർക്ക് പീനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ നിന്ന് അവരെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്താൻ സെബിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടന്നാൽ പോലും അവിടെയുള്ള മേജർ കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ടും ട്രേഡിങ്ങിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള റൈറ്റ്, അവകാശം സെബിക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി, ഫെയർനെസ് ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അതായത് നിക്ഷേപകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ സുതാര്യത ഉറപ്പുവരുത്തുക, ഫെയർനെസ്, ന്യായപരമായിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് സെബിയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. വിതൗട്ട് സെബി ദ സ്റ്റോക്ക് മാർക്കറ്റ് വുഡ് ബി എ പ്ലേ ഗ്രൗണ്ട് ഫോർ സ്കാംസ് ആൻഡ് മാനിപ്പുലേഷൻ. ഓക്കെ, അതായത് സെബി ഇല്ല എങ്കിൽ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൈസയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കളിക്കളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. കാരണം അവിടെ ചെറിയ എന്താ പറയുക, നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ വളരെ എളുപ്പത്തിൽ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സിൽ പോലും പലപ്പോഴും ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം ഈ സെബി കറക്റ്റായിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിൽ. മാർക്കറ്റ്സ് വിതൗട്ട് റെഗുലേഷൻസ് ആർ ലൈക്ക് റോഡ്സ് വിതൗട്ട് റൂൾസ്. അതായത് വളരെ വിശാലമായിട്ടുള്ളൊരു നല്ലൊരു ഹൈവേ റോഡ് ഉണ്ട്, എന്നാൽ ഒരു നിയമവുമില്ല. എന്തായിരിക്കും അവസ്ഥ? എല്ലാ ക്രൗഡും കയറി ഇളകി മറിയും, അല്ലേ? ആരെയും ഇടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ചിലപ്പം കൊന്നിട്ട് പോകാം. അങ്ങനെ പല കാര്യങ്ങളും നടക്കും. ഇവിടെ കൊന്നിട്ടില്ല എങ്കിലും അവരുടെ കംപ്ലീറ്റ് ആയിട്ടും അവരുടെ പൈസ കൊണ്ടുപോകാനുള്ള അവസ്ഥ പോലും ഈ മാർക്കറ്റിൽ സംഭവിച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് സെബിയുടെ വളരെ പ്രധാനപ്പെട്ട പരമോന്നതമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ഇനി 10 മെയിൻ ഫങ്ഷൻസിലോട്ടേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തത് പ്രൊട്ടക്റ്റിംഗ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ്. അതായത് നിക്ഷേപകരുടെ
താല്പര്യം സംരക്ഷിക്കുക. സെബി എൻഷുവേഴ്സ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ ട്രീറ്റഡ് ഫെയർലി ബൈ കമ്പനീസ്. അതായത് എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും ഫെയർനെസ് ഉറപ്പുവരുത്തുക. ഇൻവെസ്റ്റർ ചതിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അതിൽ ഇടപെടുന്ന ഇപ്പം ബ്രോക്കേഴ്സ് ഉണ്ടാവും അല്ലെ, സെറോദ ഉണ്ടാവും, അപ്സ്റ്റോക്സ് ഉണ്ടാവും, ഏഞ്ചൽ ബ്രോക്കിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ കോട്ടക് ഉണ്ടാവും. ഏത് ബ്രോക്കർ ആണെങ്കിലും അല്ലെങ്കിൽ സബ് ബ്രോക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് ഈവൻ NSE PSE പോലും അല്ലെ. ഇറ്റ് പ്രിവെന്റ്സ് ഫ്രോഡ് ആൻഡ് മാർക്കറ്റ് മാനിപ്പുലേഷൻ ടു പ്രൊട്ടക്ട് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ്. ഫ്രോഡ് അല്ലെങ്കിൽ ഒരു ചതി അല്ലെങ്കിൽ എന്താ പറയുക വഞ്ചന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്രിമത്വം മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സെബിയുടെ ധർമ്മത്തിൽ വരുന്നത് അല്ലെങ്കിൽ പവറിൽ വരുന്നത്. ഇനി രണ്ടാമത്തത് റെഗുലേറ്റിംഗ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ NSE ഉണ്ട്, BSE ഉണ്ട്, അതുപോലെ തന്നെ പുറമേയുള്ള എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടും റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളത് സെബിയുടെ പരമോന്നതമായിട്ടുള്ള മറ്റൊരു ധർമ്മമാണ് അല്ലെങ്കിൽ ഒരു പവറാണ്. സെബി മോണിറ്റേഴ്സ്, അതായത് RBI എങ്ങനെയാണോ ബാങ്കിങ് ഇൻഡസ്ട്രീൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് സെബി സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ അപെക്സ് ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, RBIനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ. നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. സെബി മോണിറ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലൈക്ക് NSE, BSE, ensuring transparency, speed and fair access to all market participants. ഇനി മൂന്നാമത്തത് റെഗുലേറ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് FIIs. സെബി സൂപ്പർവൈസസ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്ന പല മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. പരാഗ് പരീക്ക് ഉണ്ടാവും, ICICI പ്രൊഡൻഷ്യൽ ടെക്നോളജി ഉണ്ടാവും അല്ലേ, പിന്നെ ഏതാണുള്ളത്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല മ്യൂച്വൽ ഫണ്ട്സിനെയും സെബി സൂപ്പർവൈസേഴ്സ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈവൻ FIIസിനെയും ടു എൻഷുവർ ദേ ഫോളോ ഇന്ത്യൻ റൂൾസ് ആൻഡ് ഡോണ്ട് ഹാം മാർക്കറ്റ് സ്റ്റെബിലിറ്റി. ഇന്ത്യയിലെ നിയമങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അവർ പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഇഫ് ഡോണ്ട് അല്ലെങ്കിൽ അവർ മാർക്കറ്റിനെ ഹാം ചെയ്യിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹാം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിന് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തടയിടുക എന്നുള്ളതാണ് സെബിയുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അതോറിറ്റി. ഓക്കെ, ഈവൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ജെയിൻ സ്ട്രീറ്റ് സ്കാം പോലും നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ സെബി അവരെ കൃത്യമായിട്ടും ഇവിടെ ബാൻ ചെയ്തു. വലിയൊരു അളവിലുള്ള ഒരു സ്കാമാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് 105 പേജുള്ള ഒരു റിപ്പോർട്ടാണ് അവർ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നാലാമത്തത് ചെക്കിംഗ് ഇൻസൈഡർ ട്രേഡിംഗ്. ഓക്കെ, സെബി കീപ്സ് എ ക്ലോസ് വാച്ച് ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്, ബൈയിങ് ഓർ സെല്ലിംഗ് യൂസിങ് സീക്രട്ട് കമ്പനി ഇൻഫോ. അതായത് ഇപ്പം ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ വളരെ വലിയ കമ്പനീസ് ആയിരിക്കും യൂഷ്വലി അല്ലേ. ഇപ്പം എക്സാമ്പിൾ പറയാം, ഇപ്പം റിലയൻസ് ഉണ്ടാവും, ടാറ്റ മോട്ടോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ ഉള്ളിലെ കീ മാനേജർ റോളിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, കീ പീപ്പിൾ. അതിപ്പോൾ ചിലപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്താ പറയുക കമ്പനിയുടെ മാനേജ്മെന്റ് ആകാം, കമ്പനിയുടെ CEO ആവാം, CFO ആകാം, അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആവാം അല്ലെ, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആവാം, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാം അല്ലെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും, വളരെ എന്താ കമ്പനിയിൽ ഒരുപാട് അതോറിറ്റിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ കമ്പനിയിൽ വളരെ പ്രധാനപ്പെട്ട സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. അപ്പം ക്വാർട്ടർലി പ്രോഫിറ്റ് കമ്പനി നേരത്തെ അതായത് ഇപ്പോൾ കമ്പനി ഇപ്പം പബ്ലിക് കമ്പനി ആണെങ്കിൽ ക്വാർട്ടർലി ബേസിസിൽ, അതായത് Q1, Q2, Q3, Q4 ഈ സമയത്തൊക്കെ അവരുടെ പ്രോഫിറ്റിനെ അവർ പബ്ലിഷ് ചെയ്യണം, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം. അപ്പോൾ ഈ കമ്പനിയുടെ മെയിൻ ആളുകൾക്ക് മുമ്പേ മനസ്സിലാകും എത്ര പ്രോഫിറ്റാണ് ഈ കമ്പനി ഓൾറെഡി ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നല്ല പ്രോഫിറ്റാണ് ഉണ്ടാക്കിയതെങ്കിൽ അവർക്ക് ആ പ്രത്യേക എന്താ പറയുക ആ പർട്ടിക്കുലർ ആയിട്ട് നോളജ് ഇല്ല അല്ലെങ്കിൽ ആ അറിവുള്ള ആൾക്ക് പിന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് നേരത്തെ വാങ്ങിക്കൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഒരുപാട് ഹൈപ്പ് ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ വാങ്ങുമ്പം മാർക്കറ്റിൽ LTP കൂടും അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കൂടും. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് ചിലപ്പോൾ ഇവർക്ക് തന്നെ ആവണമെന്നില്ല, ഇവരുടെ ഫ്രണ്ടിനോ റിലേറ്റീവ്സിനോ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടും ആക്കാൻ പറ്റും. പക്ഷെങ്കിൽ സെബി അങ്ങനെ പോലും ഇവരെ ചെയ്യാൻ വേണ്ടി വിടില്ല. കാരണം അത്രത്തോളം കീനായിട്ടാണ് അവരുടെ മൊബൈൽ ഫോൺ വാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കോൾ വാച്ച് ചെയ്യുന്നത്, കീ മാനേജറി പീപ്പിളിൻ്റെ അല്ലെ, അവരെ ആർക്കൊക്കെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾക്ക് ഹൈ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് കണ്ടിട്ടുണ്ട് എങ്കിൽ, അൺയൂഷ്വലി ഹൈ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഒരാൾ ഉണ്ടാക്കി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സെബി നേരെ അവരെ കൃത്യമായിട്ട് പഠിക്കും. അവർക്ക് ഏതെങ്കിലും ആ കമ്പനി ഏത് കമ്പനിയിലാണോ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനോ കോളോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കമ്പനി നോക്കും. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടാണ് നടന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അവർ
ഈവൻ ജയിലിൽ വരെ ഇടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സെബി കീപ്സ് എ ക്ലോസ് വാച്ച് ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്, ബൈങ് ഓർ സെല്ലിംഗ് യൂസിംഗ് സീക്രട്ട് കമ്പനി ഇൻഫോ. ഇനി അഞ്ചാമത്തത് റെഗുലേറ്റിംഗ് IPOs ആൻഡ് പബ്ലിക് ഇഷ്യൂസ് ബിഫോർ എ കമ്പനി ലോഞ്ചസ് ആൻ IPO. അതായത് ഒരു കമ്പനി IPO ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് സെബി എൻഷുവേഴ്സ് ഇറ്റ് പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ ഓൾ ഗൈഡ് ലൈൻസ് പ്രൊട്ടക്ടിങ് ന്യൂ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഫ്രോഡ്. അതായത് ഒരു IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഒരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മാർക്കറ്റിൽ പബ്ലിക്കിൽ നിന്ന് ക്യാഷ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണമെന്ന് തോന്നിയിട്ട് IPO ചെയ്യുകയാണ് എങ്കിൽ കൂടി എല്ലാ കമ്പനീസിനും അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ്ലി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഒരു സ്കാമിലും ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ, അവരുടെ കമ്പനിയുടെ മാനേജ്മെൻ്റ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് എന്ന് മറ്റ് പല കാര്യങ്ങളും സെബിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സെബി ഒരു കമ്പനീനെ IPO ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കമ്പനീസിനും പോയിട്ട് IPO നടത്തി ഫണ്ട് റേസ് ചെയ്ത് ഇൻവെസ്റ്ററിനെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെബി ഇങ്ങനെയുള്ള റെഗുലേഷനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോസ്പെക്ട്സ് ഉണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കാണുമെങ്കിൽ മാത്രമേ സെബി ഒരു കമ്പനീനെ IPO ചെയ്യാൻ വേണ്ടിയിട്ട് വിടുകയുള്ളൂ. ഈ സെബി IPO ചെയ്യാൻ വേണ്ടി വിട്ടിട്ടില്ല എങ്കിൽ യാതൊരു കാരണവശാലും അവർക്ക് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആറാമത്തത് ഫ്രെയിമിംഗ് റൂൾസ് ഫോർ ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്. ടേക്ക് ഓവർ അല്ലെങ്കിൽ മെർജർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ പറയാം, വളരെ വ്യക്തമായിട്ടുള്ള എക്സാമ്പിളാണ്. ഇപ്പം നമ്മുടെ എലോൺ മസ്ക് ട്വിറ്ററിനെ ടേക്ക് ഓവർ ചെയ്തു. ഓക്കെ, അതായത് കംപ്ലീറ്റ് ആയിട്ടും ആ കമ്പനീനെ വാങ്ങി. അതൊരു ട്വിറ്റർ എന്ന് പറയുന്ന ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനീനെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഈ എലോൺ മസ്ക് വാങ്ങി. അതുപോലെ ഒരുപാട് പൈസയുള്ള ഒരാൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു കമ്പനീനേക്കാളും വലിയ പൈസയുള്ള, അതായത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനീനേക്കാളും കൂടുതൽ നെറ്റ്വർത്തുള്ള ഒരാൾക്ക് പുഷ്പം പോലെ ഒരു കമ്പനീനെ വാങ്ങാൻ വേണ്ടി പറ്റിയേക്കാം. പക്ഷെങ്കിൽ അങ്ങനെ വാങ്ങുമ്പോഴും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടി സെബി അവിടെ നിരത്തും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എല്ലാവർക്കും പോയിട്ട്, ഒരുപാട് പൈസയുള്ള ആളുകൾക്ക് പോയിട്ട് ഒറ്റയടിക്ക് ഒരു കമ്പനിയെ വാങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സെബി ഹാഡ് ലേഡ് ഡൗൺ സ്ട്രിക്റ്റ് റൂൾ, വളരെ ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ നിയമമാണ് അവിടെ കൊണ്ടുവന്നത്. ഫോർ എ കമ്പനി ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്, സോ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആർ നോട്ട് വയലേറ്റഡ് ഡ്യൂറിംഗ് ബിഗ് കോർപ്പറേറ്റ് മൂവ്സ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെബിയുടെ ഒരു പവറാണ്. ഇനി ഏഴാമത്തത് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ. SEBI runs investor awareness programs and platforms like Scores, encouraging people to invest wisely and safely in the market. അത് നിങ്ങൾ TV-യിൽ പലപ്പോഴും പരസ്യം കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ബ്രോക്കറിൻ്റെ ആപ്പിനെ പറ്റിയിട്ടൊരു TV-യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആയിട്ട് നിങ്ങൾ പരസ്യം കാണുമ്പം സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് പോലെയുള്ള ഒരു ഡിസ്ക്ലെയിമർ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? സെബി മാൻഡേറ്റ് ചെയ്തതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യം ഡിസ്ക്ലൈമർ ആയിട്ട് അവിടെ വെക്കണം എന്നുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് പോരാനിട്ട് അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ മറ്റ് പല വലിയ ആളുകൾ കൊണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ കൊണ്ട് അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിനെ കൊണ്ടുപോലും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും പറയുമ്പം അതിനെയും എന്താ പറയുക, കൃത്യമായിട്ടും മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് പോലെയുള്ള പല കാര്യങ്ങളും അവരും പറയുന്നുണ്ട്. കാരണം സെബി അത്രത്തോളം കീനായിട്ടാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ ശക്തമായിട്ടാണ് ഇടപെടുന്നത് ഇൻവെസ്റ്ററുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി എട്ടാമത്തത് കണ്ടക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റ്സ്. സെബി ഹാസ് ദ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഇൻ ദ മാർക്കറ്റ്, ഓഡിറ്റ് കമ്പനീസ്, ബ്രോക്കേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ഹു ബ്രേക്ക് റൂൾസ്. അതായത് ഏതെങ്കിലും കമ്പനി വലിയ അളവിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സെബിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമ്പനീനെ റീ ഓഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഓഡിറ്റ് ചെയ്യാം. ഈ കമ്പനീൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾസ് പ്രോപ്പർ ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ കമ്പനിക്കുള്ളിൽ പല കാര്യങ്ങളും നല്ല രീതിക്കാണ് നടന്നത് എന്ന് നോക്കാം, എന്തെങ്കിലും സ്കാം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ പറ്റും. ആരോടും അധികാരം ചോദിക്കേണ്ട ആവശ്യമില്ല. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി 1992 ശേഷം, ബിക്കോസ് ഓഫ് ഹർഷത് മേത്ത സ്കാം. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോക്കേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ഹു ബ്രേക്ക് റൂൾസ്. ഈവൻ ബ്രോക്കേഴ്സിനെ പോലും സെബിക്ക് ബാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തികളെ പോലും സെബിക്ക് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ PR സുന്ദറിനെ പോലും ഒരു വർഷത്തേക്ക് സെബി മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തിന് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ PR സുന്ദർ, അതായത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡറിനെ പോലും സെബി ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒമ്പതാമത്തത് regulating stock brokers and sub brokers. SEBI's set rules for brokers, ensures they are registered and monitors whether they follow fair practices with the clients and exchange. അതായത് സെബി ആണ് T+1 സെറ്റിൽമെന്റ് അല്ലെങ്കിൽ T+2 നിന്ന് T+1 പോലെയുള്ള മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ട്രേഡ്, ഇപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ഒരു ട്രേഡ് ചെയ്തിട്ട്
24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ കോൺട്രാക്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് സെബിക്ക് ബന്ധപ്പെട്ട് പരാതി അറിയിക്കാം. ഓക്കെ, അത് സെബി ശക്തമായിട്ടും ബ്രോക്കറിനോട് സംസാരിച്ചിട്ട് ബ്രോക്കറിനെ കൊണ്ട് ആ കാര്യം പിന്നീട് ഭാവിയിൽ എന്താ പറയുക അതേപോലെ പെരുമാറാതിരിക്കാൻ വേണ്ടിയിട്ട് സെബിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവൻ അവരത് ചെയ്തില്ല എങ്കിൽ സെബിക്ക് വളരെ ഈസിയിൽ ആ ബ്രോക്കറിനെ പർട്ടിക്കുലർ ബ്രോക്കറിനെ ബാൻ ചെയ്യാനുള്ള അധികാരവും സെബിക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി 10ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെവലപ്പിംഗ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. സെബി ഡസ് നോട്ട് ജസ്റ്റ് റെഗുലേറ്റ് ഇറ്റ്, helps improve the market by introducing reforms, technologies and frameworks to make the Indian market globally competitive. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ T+1 സെറ്റിൽമെൻറ്റ് ഡേയിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുക്കാനുമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും സെബി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ അത് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്തത് സെബീസ് റിയൽ ലൈഫ് ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. സെബി ബാൻഡ് സഹാറാസ് ഫ്രം റേസിംഗ് ഫണ്ട്സ് പ്രൊട്ടക്ടിങ് മില്യൺസ് ഓഫ് സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. അത് സഹാറ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വളരെ വലിയൊരു സ്കാം പണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് പൈസ ഈ സഹാറ എന്ന് പറയുന്ന കമ്പനിയുടെ കീ പീപ്പിൾ അല്ലെങ്കിൽ കമ്പനി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ തിരിച്ച് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്ത് ഇൻവെസ്റ്ററുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സെബിക്ക് ആ സമയത്തായി. അതൊക്കെ സെബിയുടെ എന്താ പറയുക ശക്തമായിട്ടുള്ള സെബിയുടെ കീനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ട് സംഭവിച്ചതാണ്. അതിനുശേഷമൊക്കെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സെബി എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പൈസ ഇന്ത്യൻ മാർക്കറ്റ് സെക്യൂർഡ് ആണ് എന്ന് കരുതിയാൽ ഇത്രത്തോളം ഗ്രോയിങ് ആയിട്ടുള്ള ഒരു എക്കണോമിയിൽ പൈസ നിക്ഷേപിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ സന്നദ്ധമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇറ്റ് ടുക്ക് സ്ട്രിക്റ്റ് ആക്ഷൻസ് ഡ്യൂറിംഗ് എസ് ബാങ്ക് ക്രൈസിസ് ആൻഡ് ഫ്രാങ്ക്ലിൻ ടെംപ്ലേറ്റ് ആൻഡ് debt fund freeze, regulates updates to margin rules and disclosure norms to protect retail traders. നമ്മൾ നേരത്തെ പറഞ്ഞതേ കാര്യം തന്നെ. ഇനി what we learned, SEBI is not just a regulator, it's a guardian of markets. From IPOs to mutual funds, its role is everywhere. Understanding SEBI is equal to safer, smarter and investing. അപ്പോൾ നിങ്ങളൊരു ട്രേഡറോ ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ സെബിയുടെ പവറിനെയും പറ്റിയിട്ടും മറ്റ് പല കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കും ഒരുപാട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്രത്തോളം മാർക്കറ്റിൽ സേഫ് ആണ് എന്ന് അറിയാൻ അവർക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ടാകും. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള പ്ലേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ആ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.